ഇറാൻ അമേരിക്ക യുദ്ധഭീതിയിൽ ജാഗ്രതയോടെ പശ്ചിമേഷ്യ. പൗരന്മാരെ ഒഴിപ്പിച്ച് അമേരിക്കയും യുകെയും. ഇസ്രായേൽ വിടാൻ പൗരന്മാർക്ക് അമേരിക്ക നിർദ്ദേശം നൽകി. ഇറാൻ അമേരിക്ക സംഘർഷ സാഹചര്യം വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് പൗരന്മാർക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്നും തത്സമയങ്ങളുമായി ചേരുന്നു. മെറിൻ, നിലവിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാകുന്നു. അതൊരു പക്ഷേ അതിന്റെ സാധ്യത കൂടുതൽ വർദ്ധിച്ചു എന്ന് തന്നെ പറയാം. ആ രീതിയിൽ മറ്റ് രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്കും മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതൊക്കെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്താണ് നിലവിലെ പശ്ചിമേഷ്യയിലെ സാഹചര്യം? ഇസ്രായേൽ നടക്കം പൗരന്മാരോട് മടങ്ങിവരാൻ അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ടല്ലോ. പ്രജിൻ, ഇറാൻ അമേരിക്ക സംഘർഷ സാഹചര്യം അല്ലെങ്കിൽ ആണവ വിഷയത്തിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമേരിക്കയും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ പൗരന്മാരോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ എത്രയും വേഗം ഇസ്രായേലിൽ നിന്നും ഒഴിയണമെന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. സർക്കാർ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇസ്രായേൽ വിടണമെന്ന് തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണം, ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യരുതെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു പെട്ടെന്നുള്ള നീക്കത്തിൽ വിമാന ടിക്കറ്റുകളെല്ലാം ഉയർന്നേക്കാം. ആ ഒരു സാഹചര്യമെല്ലാം മുന്നിൽ കാണണമെന്നും ഇപ്പോൾ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ UK അറിയിച്ചിരിക്കുന്നത് ടെഹ്റാനിലെ എംബസി ഒഴിപ്പിച്ചു കഴിഞ്ഞു. അവിടുത്തെ എംബസി ഓൺലൈനായി മാത്രമായിരിക്കും പ്രവർത്തിക്കുക. ഇതൊരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനമെന്നും UK സർക്കാർ അറിയിക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ കാനഡ, അതുപോലെ തന്നെ ഫ്രാൻസ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും ഇറാനിൽ നിന്ന് പൗരന്മാരോട് ഒഴിഞ്ഞു വരണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് ജനീവയിൽ ആണവ വിഷയങ്ങളിൽ കരാർ ഒപ്പിടുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നത്. അതിൽ പുരോഗതി ഉണ്ടെങ്കിലും ആണവ കരാറിൽ ധാരണയായിട്ടില്ലായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ അടുത്ത ആഴ്ച വിയന്നയിൽ ചർച്ചയിൽ നടക്കാനിരിക്കുകയാണ്. മാത്രവുമല്ല, അമേരിക്കയുടെ സൈനിക വിന്യാസം ഇറാനു ചുറ്റും, അതുപോലെ തന്നെ കൂടുതൽ യുദ്ധ വിമാനങ്ങൾ ഇസ്രായേലിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ തന്നെയാണ് രാജ്യങ്ങൾ കൂടുതൽ മുൻകരുതലിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അമേരിക്കയും അതുപോലെ തന്നെ UKയും പൗരന്മാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അവരെ എത്രയും വേഗം ഒഴിപ്പിച്ചും കഴിഞ്ഞിരിക്കുന്നു. പ്രജിൻ, മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.